നമസ്കാരം. വചനസമീക്ഷയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന വേദഭാഗം 1 ശമൂവേൽ 3:9. യഹോവേ അരുൾ ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. ഈ ഒരു വചനത്തിൽ നമ്മൾ യഹോവയോട് പറയുകയാണ്, യഹോവേ അരുൾ ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു. യഹോവ പറയുന്ന എല്ലാ കാര്യങ്ങളും അടിയൻ കേൾക്കുന്നു, അങ്ങ് പറയുന്നത് പോലെ എന്തും ചെയ്തു കൊള്ളാം എന്നൊക്കെ ഒരു അർത്ഥമാണ് ഈ ഒരു വചനത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്നത്. ഏവർക്കും വചന സമീക്ഷയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. യഹോവ നമ്മളോട് എന്ത് കാര്യം അരുൾ ചെയ്താലും നമ്മളത് അനുസരിക്കുവാനും അതിനൊത്ത് ജീവിക്കുവാനും നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ്. കാരണം നമ്മുടെ ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളിലും, നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ ഓരോ സാഹചര്യത്തിലും കർത്താവായ യേശുക്രിസ്തുവിന്, ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വളരെ വലിയ സ്ഥാനമാണുള്ളത്. അപ്പോൾ ദൈവം പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ച് ആ രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അത് അനുഗ്രഹമായിരിക്കും. അങ്ങനെ യഹോവയോട് പ്രാർത്ഥിച്ച് യഹോവ പറയുന്നത് കേട്ട് അനുസരിച്ച് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയ ഒരുപാട് വ്യക്തികളെക്കുറിച്ച് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. യഹോവയോട് പ്രാർത്ഥിക്കുകയും യഹോവ അരുൾ ചെയ്യുന്നതനുസരിച്ച് ജീവിച്ചതിലൂടെ തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ലഭിക്കില്ല എന്ന് കരുതിയതൊക്കെയും ലഭിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് ഹന്ന. ഹന്നയുടെ ജീവിതത്തിൽ ഏറ്റവും വളരെയധികം പ്രാധാന്യമുള്ളതാണ് ഹന്നയുടെ മകനായ ശമൂവേൽ. അപ്പോൾ ഹന്നയെക്കുറിച്ചും ഹന്നയുടെ മകനെക്കുറിച്ചും നമുക്കൊന്ന് സംസാരിക്കാം. അതിനു മുൻപ് ഒരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷോളി ജെയിംസ് അല്ലേ? ജോളി ജെയിംസ്. ഓക്കെ ആൻറ്റി. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? പൂയപ്പള്ളി. ഓക്കെ, കൊല്ലമാണല്ലേ? ഓക്കെ ആൻറ്റി. ഓക്കെ, എന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഞാന്, എന്റെ ഹസ്ബൻഡ്, എനിക്ക് 2 കുഞ്ഞുങ്ങള്, അവരുടെ കുടുംബം, വീട്ടിലാരും ഇല്ല. ഓക്കെ, അത്രേ ഉള്ളൂ. ഞാനും ഹസ്ബൻഡേ ഉള്ളൂ. ഓക്കെ ആൻറ്റി. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹോവ ഇസ്രായേലിനെ പീഡിപ്പിച്ചപ്പോൾ ദാവീദിന് എന്തു മനസ്സിലായി? ദാവീദിന് തന്റെ പോഷത്വം മനസ്സിലായി. അതെ, അതായത് താൻ ചെയ്ത പ്രവൃത്തി ദൈവത്തിന് അനിഷ്ടമായിരുന്നു എന്ന് അല്ലേ? ആൻസർ കറക്റ്റ് ആണ്. നമുക്കിനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ദാവീദിന്റെ ദർശകൻ ആരായിരുന്നു? ഗാദ്. അതെ, കറക്റ്റ് ആണ്, ഗാദ്. ആന്റി പാട്ട് പാടുമോ? ഞാൻ പാട്ടുകാരിയല്ല. ഓക്കെ, ആഗ്രഹമുണ്ടോ പാട്ട് പാടാൻ? ഇല്ല, കേൾക്കാൻ ആഗ്രഹം, കേൾക്കുന്ന ഇഷ്ടമാ, പക്ഷെ പാടാൻ ആരുടെ മുന്നേ പാടാനൊന്നും ആഗ്രഹമില്ല. ഓക്കെ ഓക്കെ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈബിളില് ആന്റിക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയെ കുറിച്ച് പറയാമോ? ഒരു കഥാപാത്രത്തെ കുറിച്ച്. മഗ്ദലന മറിയം ഇഷ്ടമുള്ളൊരു കഥാപാത്രം. ഓക്കെ, എന്തുകൊണ്ടാണ് മഗ്ദലന മറിയത്തിന് ഇഷ്ടം? മഗ്ദലന മറിയം സുവിശേഷത്തിന്റെ വലിയൊരു കാവലാളാണ്. സുവിശേഷത്തിന്റെ സ്ത്രീകളുടെ ഇടയിൽ ഒരു ശക്തയായ സാക്ഷിയ, ഒരു സ്ത്രീത്വം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടാഗ്ലിന് മാത്രം മതിയല്ലേ മഗ്ദലന മറിയത്തെ കുറിച്ച് പറയാൻ? ബൈബിളില് പൊതുവെ നമ്മൾ പൊതുവെ ക്രിസ്ത്യൻസിന്റെ ഇടയ്ക്ക് മഗ്ദലന മറിയം ഒരു പാപിയായ സ്ത്രീയാണെന്നൊരു ധാരണയുണ്ട്. ബൈബിളിൽ പാപിയായ സ്ത്രീയാണെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് എനിക്ക് മഗ്ദലന മറിയം ഭയങ്കര ബഹുമാനമാണ്. എന്നുവെച്ചാല് നമ്മള് ശീമോന്റെ വീട്ടിൽ വെച്ച്, കുഷ്ഠരോഗിയായ ശീമോന്റെ വീട്ടിൽ വെച്ച് സ്വച്ഛജടമാംസി തൈലം ഒഴിച്ചത് പാപിയായ സ്ത്രീയ, അത് ഈ മറിയാണെന്നുള്ള ഒരു പഠിപ്പീര് നമ്മളുടെ എങ്ങനെയോ വന്നു കൂടിയിട്ടുണ്ട്. പക്ഷെ മഗ്ദലന മറിയല്ല, അത് ലാസറിന്റെ സഹോദരി മറിയെന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നുണ്ട്. 11-ാമത്തെ അതിന്റെ 2-ാം വാക്യത്തിൽ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് മഗ്ദലന മറിയ എന്നിട്ട് സുവിശേഷത്തിന്റെ ശക്തമായ ധീരയായ സാക്ഷിയല്ലേ. അതെ, അതുകൊണ്ട് എനിക്ക് ഇഷ്ടമാണല്ലേ. ഓക്കെ ആന്റി. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 3-ാമത്തെ ചോദ്യം,
ശിക്ഷയായി ഒന്ന് തിരഞ്ഞെടുക്കുവാൻ എത്ര കാര്യങ്ങളാണ് യഹോവ ദാവീദിന്റെ മുൻപിൽ വെച്ചത്? 3 കാര്യം. 3 കാര്യങ്ങൾ. അതെ, കറക്റ്റാണ്. 3 കാര്യങ്ങൾ. ഇനി ബൈബിളിൽ ഒരു വചനം പറയാമോ? എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഓക്കെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം. റോമർ 8:28. നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം: ആരിൽ കൂടിയാണ് യഹോവ ദാവീദിനുള്ള ശിക്ഷ അവനെ അറിയിച്ചത്? ഗാദിൽ കൂടെ. ദർശകനായ ഗാദിൽ കൂടെ. ഗാദിൽ കൂടെ. അതേ ആൻസർ കറക്റ്റാണ്, ഗാദ്. ഓക്കെ. അപ്പോൾ 4 ക്വസ്റ്റ്യനും കഴിഞ്ഞിട്ടുണ്ടേ. എന്തായാലും ആന്റി ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ, സമയം കിട്ടുമ്പോൾ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ആന്റി. ഇപ്പോൾ കൊല്ലത്ത് നിന്നും ജോളി ആൻറ്റിയാണ് വിളിച്ചത്. ആൻറ്റി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മളിന്ന് സംസാരിക്കുന്നത് മറ്റാരെയും കുറിച്ചല്ല, ഹന്നയെക്കുറിച്ചാണ്. ബൈബിളിൽ ഒത്തിരി പേർക്ക് ഇഷ്ടമുള്ള ഒരു സ്ത്രീ കഥാപാത്രമാണ് ഹന്ന. ഹന്നയുടെ ആ പ്രാർത്ഥനാ സ്വഭാവം, ഹന്ന എന്തിനു വേണ്ടിയാണോ ആഗ്രഹിച്ചത് അത് അത്രത്തോളം ദൈവത്തോട് പ്രാർത്ഥിച്ച് സ്വന്തമാക്കി. ഇതാണ് എല്ലാവരും ഹന്നയെക്കുറിച്ച് ആദ്യം ചിന്തിക്കുന്നൊരു കാര്യം. കാരണം തന്നെ സമൂഹത്തിലുള്ള എല്ലാവരും ഒറ്റപ്പെടുത്തിയപ്പോഴും കുറ്റം പറഞ്ഞപ്പോഴും എല്ലാവരിൽ നിന്നും താൻ ഒറ്റപ്പെട്ടു നിന്ന സമയത്തൊക്കെയും ഹന്ന ദൈവത്തിൽ മാത്രമാണ് ആശ്രയിച്ചത്. ദൈവത്തിൽ ആശ്രയിച്ചു. ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുൻപിലിരുന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഹന്നയുടെ ആഗ്രഹം എന്തായിരുന്നു? തനിക്കൊരു മകനെ ലഭിക്കണം. കാരണം തന്നെ അതിനെ ആരും കുറ്റം പറയാൻ പാടില്ല. അങ്ങനെ ഹന്നയുടെ പ്രാർത്ഥനകളും യാചനകളുടെയൊക്കെ അവസാനമായിട്ട് ഹന്ന ആഗ്രഹിച്ചതുപോലെ തന്നെയാണ് ഒരു മകനെ ദൈവം ഹന്നയ്ക്ക് കൊടുക്കുന്നുണ്ട്. ആ മകന് ശമൂവേൽ എന്ന് പേര് നൽകുകയും ചെയ്തു. അപ്പോൾ ഹന്ന ആദ്യം മുതലേ ദൈവത്തോട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരു മകനെ ലഭിച്ചാൽ ആ മകനെ ദേവാലയത്തിന് വേണ്ടി സമർപ്പിക്കാം, ദേവാലയത്തിന് കൊടുക്കാമെന്നൊക്കെ ഹന്ന പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഹന്നയുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കിട്ടുന്ന മകനെ കുഞ്ഞുനാൾ മുതൽ തന്നെ ദേവാലയത്തിൽ കൊണ്ട് ആക്കുകയും ദേവാലയത്തിലെ ഓരോ കാര്യങ്ങളും ചെയ്യുകയും ശുശ്രൂഷകൾ സഹായിക്കുവാനൊക്കെ പഠിപ്പിക്കുകയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ശമൂവേൽ ബാലൻ ആ ദേവാലയത്തിൽ തന്നെ വളർന്നു വന്നു. അങ്ങനെ ശമൂവേൽ ബാലൻ വളർന്നു വരുന്ന ഓരോ സാഹചര്യങ്ങളിലും ദൈവത്തിൻ്റെ ഓരോ സാന്നിധ്യവും ശമൂവേൽ ബാലൻ്റെ കൂടെയായിരുന്നു. ശമൂവേൽ ബാലനും അമ്മയെപ്പോലെ തന്നെയാണ് പ്രാർത്ഥിക്കുവാനും ദേവാലയത്തിലെ ഓരോ കാര്യങ്ങൾക്കൊക്കെ ശമൂവേൽ ബാലൻ മുന്നിട്ട് നിന്നു. എല്ലാ കാര്യത്തിനും ശമൂവേൽ ബാലൻ തൻ്റെ ദൈവത്തിന് വേണ്ടി എല്ലാ കാര്യവും ചെയ്യുവാൻ ശമൂവേൽ ബാലന് അത്രയും ആഗ്രഹമായിരുന്നു. അതുകൊണ്ട് തന്നെ ശമൂവേൽ ബാലൻ്റെ ജീവിതത്തിൽ ഒരു രാത്രിയിൽ താൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സമയത്ത് ചില സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതെന്താണെന്ന് ഞാൻ പറയാം. അതിനു മുൻപ് നമുക്കൊരു കോൾ വരുന്നുണ്ട്. ഇന്നത്തെ 2ാമത്തെ കോൾ ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? ഷൈനി. കാട്ടാക്കടയിൽ നിന്നും ഷൈനി ചേച്ചിയാണല്ലേ? വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഭർത്താവ്, 2 മക്കൾ. ഹസ്ബൻഡും മക്കളും അല്ലേ? മക്കളുടെ പേരെന്താണ്? നിമ്മി മോള്, നോബി മോനല്ലേ? ഓക്കെ. രണ്ടുപേരും പഠിക്കുവാണോ? മോള് വിവാഹം കഴിഞ്ഞു, ഒരു കുഞ്ഞാവുണ്ട്. മോൻ പഠിച്ച് തീർന്നു. ഇപ്പം ഒരു ഷോറൂമിൽ പോണ്. ഓക്കെ ഓക്കെ. അപ്പോൾ നമുക്കിന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: യഹോവ ദാവീദിനോട് അറിയിച്ച 3 കാര്യങ്ങളിൽ എന്തു സൗജന്യമാണ് അവന് കൊടുത്തത്? 3-ൽ 1 ഇഷ്ടമുള്ള 1 തിരഞ്ഞെടുക്കാൻ. അതെ അതെ, ആൻസർ കറക്റ്റാണ്. 3-ൽ ഇഷ്ടമുള്ള 1 തിരഞ്ഞെടുക്കുവാൻ. കറക്റ്റാണ് കേട്ടോ. ചേച്ചി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാടിക്കള്. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അറിയും. കാലമെല്ലാം കഴിയും, ഇന്നു കാണുന്നതെല്ലാം അറിയും. പിന്നെ പുതുയുഗം വിരിയും,
തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയും. പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. അധികമില്ലിനിയും നാളുകൾ നമ്മുടെ ആദികൾ തീർന്നിടുവാൻ. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. നല്ല പാട്ടായിരുന്നു. നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, യഹോവ കൊടുത്ത ശിക്ഷയിൽ ആദ്യത്തേത് ഏതാണ്? 3 വർഷത്തെ ക്ഷാമം. അതേ, ആൻസർ കറക്റ്റാണ്. 3 വർഷത്തെ ക്ഷാമം. ഓക്കെ, ഇനി ബൈബിളിൽ യേശുക്രിസ്തു ചെയ്തിട്ടുള്ള ഒരുപാട് അത്ഭുത പ്രവൃത്തികളെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു അത്ഭുത പ്രവൃത്തിയെ കുറിച്ച് പറയാമോ? അനേക അത്ഭുതങ്ങള് ചെയ്തിട്ടുണ്ട്. യേശു 38 ആണ്ട് കുളക്കരയിൽ ഒരു രോഗിയായി കിടന്നു. ഒരു എണീക്കാൻ പോലും പറ്റാതെ അവിടെ എന്ന വ്യവസ്ഥ കുളത്തില് ദൂതന്മാർ കുളം കലക്കുമ്പോ അവിടെ വെള്ളം കലങ്ങി ആത്തി ഇറങ്ങുന്ന ഒരു സൗഖ്യമായിരുന്നു. എന്നാൽ 38 ആണ്ട് കൊണ്ട് അവിടെ കിടന്നിട്ട് ഒരാള് സഹായത്തിനോ ഒന്നുമില്ലാതെ അവിടെ ഇറങ്ങി സൗഖ്യം പ്രാപിക്കാൻ കഴിയാതെ നിരാശനായി കിടന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ യേശു സൗഖ്യമാക്കി. അത് വലിയൊരു അത്ഭുതമാണ്. പിന്നെ മരിച്ച ലാസനെ പേർപ്പിച്ച എല്ലാം അത്ഭുതമാണ് യേശുവിന്റെ. ഓക്കെ, എങ്കിലും അത്രയും വർഷം അവിടെ കിടന്നിട്ട് ഒരു സൗഖ്യം ലഭിക്കാൻ കഴിയാത്ത അത്രത്തോളം മനസ്സിന് അത്രത്തോളം ദുഃഖത്തോടെ ആയിരിക്കും അയാൾ അവിടെ ഇരുന്നിട്ടുണ്ടാവുക. അപ്പോൾ ആ വ്യക്തിക്ക് സൗഖ്യം ലഭിച്ചത് വളരെ വലിയൊരു അത്ഭുത പ്രവർത്തിയായിട്ട് കാണുന്നു അല്ലേ? അതെ, എന്നുവെച്ചാ പറയുന്നുണ്ട് എന്നെ കുളത്തിലിറക്കാൻ ആരുമില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഒരു സഹായത്തിനും ഒരു വ്യക്തി പോലും ഇല്ലായിരുന്നു. നിരാശപ്പെട്ട് കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പോൾ ആ ഒരു അത്ഭുത പ്രവൃത്തിയാണ് ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടം. നമുക്കിനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാം ഇഷ്ടമാണെങ്കിലും പെട്ടെന്ന് ചോദിച്ചപ്പോൾ ആ ഒരു സംഭവം പറഞ്ഞു അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, വലിയ ക്ഷാമത്തിലായ ദാവീദ് ഏതാണ് തിരഞ്ഞെടുത്തത്? ഇസ്രായേലിൽ 3 ദിവസത്തെ പകർച്ചവ്യാധി. അതെ, ആൻസർ കറക്റ്റ് ആണ്. ഇസ്രായേലിൽ 3 ദിവസം പകർച്ചവ്യാധി. ഇനി ബൈബിളിൽ ഏതെങ്കിലും ഒരു വചനം കൂടി പറയാമോ? എന്റെ നാമനിമിത്തം നിങ്ങൾ എല്ലാവരും നിങ്ങളെ പകയ്ക്കും. എന്റെ നാമനിമിത്തം എല്ലാവരും നിങ്ങളെ പകയ്ക്കും. നിങ്ങളുടെ തലയിലെ ഒരു രോമം പോലും നശിച്ചു പോവുകയില്ല താനും. നിങ്ങൾ ക്ഷമ കൊണ്ട് നിങ്ങളെ പ്രാണനെ നേടും. ഓക്കെ, നല്ലൊരു വചനമായിരുന്നു. നമുക്കിനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചോദ്യം ഇതാണ്, എന്തുകൊണ്ടാണ് ദാവീദ് 3ാമത്തെ ശിക്ഷ തിരഞ്ഞെടുത്തത്? മനുഷ്യന്റെ കയ്യിൽ വീഴുന്നത് ദുഷ്കര, അല്ലെങ്കിൽ വീഴാൻ ആഗ്രഹിച്ചില്ല. അതുകൊണ്ടാണ് 3ാമത്തെ ശിക്ഷ തിരഞ്ഞെടുത്തത് അല്ലേ? 3ാമത്തെ ശിക്ഷ തിരഞ്ഞെടുത്തത്. ഓക്കെ ഓക്കെ, ആൻസർ കറക്റ്റ് ആണ്. മനുഷ്യന്റെ കയ്യിൽ വീഴാൻ അവൻ ആഗ്രഹിച്ചില്ല. ഓക്കെ, അപ്പോൾ 4 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ടേ. ഓക്കെ, എന്തായാലും വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ കാട്ടാക്കടയിൽ നിന്നും ഷൈനി ചേച്ചിയാണ് വിളിച്ചത്. ചേച്ചി എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റായിട്ട് തന്നെ ആൻസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ബൈബിളിലെ ചില കാര്യങ്ങൾ സംസാരിച്ചു. നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ശമൂവേൽ ബാലനെ കുറിച്ചാണ്. ഹന്ന ശമൂവേൽ ബാലനെ ദൈവാലയത്തിൽ ഏൽപ്പിച്ചത് മുതൽ ഏലി പുരോഹിതനായിരുന്നു ദേവാലയത്തിലെ പുരോഹിതൻ. ഏലി പുരോഹിതൻ പറയുന്ന ഓരോ കാര്യങ്ങളും അനുസരിച്ച് ഏലി പുരോഹിതൻ്റെ നല്ലൊരു ശിഷ്യനായിട്ട് തന്നെയാണ് ശമൂവേൽ ബാലൻ വളർന്നു വന്നത്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ശമൂവേൽ ബാലൻ കിടന്നുറങ്ങുന്ന സമയത്ത് ശമൂവേലേ ശമൂവേലേ എന്ന് വിളിക്കുന്നത് കേട്ടു. അപ്പോൾ ശമൂവേൽ ആദ്യം കരുതി തന്നെ ഏലി പുരോഹിതൻ വിളിക്കുന്നതാണെന്ന്. വീണ്ടും ഈ വിളി കേട്ടപ്പോൾ
അവൻ വീണ്ടും കരുതി തന്നെ പുരോഹിതൻ വിളിക്കുന്നതാണെന്ന് കരുതി ഏലി പുരോഹിതൻ്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചിരുന്നു എന്ന് ചോദിച്ചു. അപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, ഇല്ല, വിളിച്ചിരുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് ശമൂവേൽ ബാലൻ വീണ്ടും പോയി കിടന്ന് ഉറങ്ങുമ്പോൾ, ഒന്ന് ഉറങ്ങി വരുമ്പോൾ വീണ്ടും കേൾക്കുന്ന ആ ഒരു ശബ്ദം ശമൂവേലേ ശമൂവേലേ എന്നാണ്. വീണ്ടും ഈ ഒരു ശബ്ദം കേട്ടപ്പോൾ തന്നെ വീണ്ടും ഏലി പുരോഹിതൻ വിളിക്കുകയാണെന്ന് കരുതി ശമൂവേൽ ബാലൻ വീണ്ടും പുരോഹിതൻ്റെ അടുക്കൽ എത്തിയിട്ട് പറഞ്ഞു, എന്നെ വിളിച്ചിരുന്നു എന്ന്. അപ്പോൾ ഏലി പുരോഹിതൻ പറഞ്ഞു, ഇല്ല, ഞാൻ വിളിച്ചില്ല. കറക്റ്റായിട്ട് കാര്യം തിരക്കുമ്പോൾ പറയുന്നുണ്ട്, ഞാനിങ്ങനെ കിടന്നുറങ്ങുമ്പോൾ എന്നെ ആരോ വിളിക്കുന്നത് പോലെ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്, ശമൂവേലേ എന്നാണ് വിളിക്കുന്നത്. ഇതിപ്പോൾ ഒത്തിരി സമയമായെന്ന് പറയുമ്പോൾ ഏലി പുരോഹിതന് കാര്യം മനസ്സിലാകുന്നു. അങ്ങനെ ഈ പുരോഹിതൻ പറയുന്നുണ്ട്, ഇനിയും നിന്നെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അടിയൻ ഇത് അരുൾ ചെയ്യണമേ, അടിയൻ കേൾക്കുന്നു എന്ന് പറയുവാൻ വേണ്ടി ഈ ശമൂവേലിനോട് പുരോഹിതൻ പറയുന്ന എല്ലാ കാര്യങ്ങളും അനുസരിക്കുന്ന ഈ ശമൂവേൽ ബാലൻ ഈ കാര്യം അനുസരിക്കുകയാണ്. വീണ്ടും താൻ വന്നു കിടന്ന് ഉറങ്ങുമ്പോൾ ശമൂവേലേ ശമൂവേലേ എന്നൊരു വിളി കേൾക്കുന്നുണ്ട്. അപ്പോൾ ശമൂവേൽ ബാലൻ പറയുന്നുണ്ട്, അടിയൻ ഇത് അരുൾ ചെയ്യണമേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ശമൂവേൽ ബാലൻ അങ്ങനെ ആദ്യമായിട്ട് ദൈവത്തോട് സംസാരിക്കുകയായിരുന്നു. ശമൂവേൽ ബാലൻ അടിയനിത അരുൾ ചെയ്യണമേ എന്ന് പറയുമ്പോൾ ദേവാലയത്തിൽ നടക്കുന്ന ചില സംഭവങ്ങളെക്കുറിച്ച് വിവരിക്കുകയാണ്. ഏലി പുരോഹിതൻ്റെ മക്കൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചും അവർ ചെയ്യുന്ന ആ പ്രവൃത്തികൾ കാരണം, ദുഷ്പ്രവൃത്തികൾ കാരണം അവരെ ശിക്ഷിക്കുവാൻ ദൈവം തീരുമാനിച്ചിരിക്കുകയാണെന്നുള്ള കാര്യങ്ങളാണ് ശമൂവേൽ ബാലനോട് ദൈവം അരുൾ ചെയ്യുന്നത്. ശമൂവേൽ ബാലൻ ഈ കാര്യം വന്ന് ഏലി പുരോഹിതനോട് പറയുന്നുണ്ട്. പുരോഹിതനൊന്നും ചെയ്യുവാൻ സാധിക്കില്ല, കാരണം അവർ ഏലി പുരോഹിതൻ്റെ മക്കളായിട്ട് പോലും ദേവാലയമാണ്, ദേവാലയത്തിൽ നമ്മൾ ഏത് രീതിയിലാണ് പ്രവർത്തിക്കേണ്ടത്, ദേവാലയത്തിൽ എത്രത്തോളം വിശുദ്ധീകരിച്ചാണ് നമ്മൾ കാണേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും ചിന്തിക്കാതെ അവർ ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും തെറ്റാണ്. അങ്ങനെ അതിനുള്ള ശിക്ഷ അവർക്ക് നൽകുകയാണ്. അത് ദൈവത്തിൻ്റെ അരുളപ്പാട് അങ്ങനെയാണെങ്കിൽ, ദൈവത്തിൻ്റെ വിധി അങ്ങനെയാണെങ്കിൽ, ദൈവത്തിൻ്റെ ആഗ്രഹം അങ്ങനെയാണെങ്കിൽ ആ ശിക്ഷ ലഭിക്കേണ്ടതിന് തൻ്റെ മക്കൾ ഉത്തരവാദികളാണ്, അവർക്കത് ലഭിക്കണം എന്നൊരു ചിന്ത ഏലി പുരോഹിതനുണ്ടാകുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ശിക്ഷ അവർക്ക് ലഭിക്കുകയാണെന്ന് ശമൂവേൽ ബാലനോടെയാണ് അറിയുന്നത്. അങ്ങനെ ആ ഒരു ശിക്ഷ അവർക്ക് ലഭിക്കുന്നുണ്ട്. പക്ഷേ ശമൂവേൽ ബാലൻ അനുസരണയോടും ഭയഭക്തിയോടും കൂടി വളർന്നുകൊണ്ട് അവിടെയുള്ളവർക്കും ദേവാലയത്തിലുള്ളവർക്കും ഏലി പുരോഹിതനും അമ്മയായ ഹന്നയ്ക്കും ഒക്കെ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് വളർന്നു വന്നു. ഇവിടെ ദൈവത്തിൻ്റെ അരുളപ്പാട് എപ്പോഴും നമ്മൾ ഒരു സഭയുടെ കാര്യങ്ങൾ ചിന്തിച്ചാൽ എപ്പോഴും നമ്മുടെ പുരോഹിതൻ്റെ മക്കൾക്കാണ് ദൈവവുമായിട്ട് കൂടുതൽ ബന്ധം അവർ സ്ഥാപിക്കുവാൻ വേണ്ടി ശ്രമിക്കും. കാരണം അവർ പുരോഹിതൻ്റെ മക്കളാണ്, ആ രീതിയിൽ ജീവിക്കുവാൻ വേണ്ടി എല്ലാവരും ശ്രമിക്കാറുണ്ട്. പക്ഷേ അവർ ആ രീതിയിൽ ശ്രമിക്കാത്തൊരു സ്ഥാനത്തേക്കാണ് ശമൂവേൽ ബാലൻ എത്തിച്ചേരുന്നത്. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ ഏറ്റവും നല്ലൊരു പൈതലായി ശമൂവേൽ ബാലൻ വളർന്നു വന്നു. ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിക്കുന്നതും ശമൂവേൽ ബാലനാണ്. ആ രീതിയിൽ ശമൂവേൽ ബാലൻ വളർന്നു വന്നു. അതിന് ഏറ്റവും ശമൂവേൽ ബാലന് ആ ഒരു രീതിയിൽ വളർന്നു വരുവാൻ ഏറ്റവും സഹായകമായത് ആ അമ്മ തന്നെയാണ്. ഹന്നയുടെ ആദ്യകാലത്തെ പ്രാർത്ഥനയും ദൈവത്തോടുള്ള വിശ്വാസവും കടപ്പാടും ഒക്കെ തന്നെയാണ് ശമൂവേൽ ബാലൻ്റെ ജീവിതത്തിലെ ഏറ്റവും അനുഗ്രഹവും. ഇപ്പോൾ നമ്മുടെ ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട നല്ലൊരു സ്ത്രീ വ്യക്തിത്വമാണ് ഹന്ന. ഹന്നയുടെ ആ ഒരു പ്രാർത്ഥനാ ജീവിതം കൊണ്ട് ശമൂവേൽ ബാലൻ്റെ ജീവിതത്തിലും ഒരുപാട് മാറ്റങ്ങളും ഒരുപാട് അനുഗ്രഹങ്ങളാണ് ലഭിച്ചത്. നമുക്കിനി അവസാനമായിട്ടൊരു കോൾ വരുന്നുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, വചന സമീക്ഷയിലേക്ക് സ്വാഗതം. ആരാണ്? സാറാമ്മ ജോസഫ്. ആൻറ്റി എവിടെ നിന്നാണ് വിളിക്കുന്നത്? കോട്ടയം പുല്ലരിക്കുന്നല്ലേ. വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? വീട്ടില് ഇപ്പൊ ഞാൻ മാത്രമേ ഉള്ളൂ. മോനെ ജോലിക്ക് പോയി. ഓക്കെ ആൻറ്റി, ഓക്കെ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, യഹോവ ഇസ്രായേൽ അയച്ച പകർച്ചവ്യാധിയാൽ വീണുപോയത് എത്ര പേരാണ്? 70,000 പേർ. അതേ, ആൻസർ കറക്റ്റാണ്, 70,000 പേർ. ഓക്കെ. രണ്ടാമത്തെ ചോദ്യം, യഹോവ സംഹാരദൂതനോട് കൽപ്പിച്ചത് എന്താണ്? യഹോവ സംഹാരദൂതനോട് കൽപ്പിച്ചത് എന്താണ്? അവന്റെ കൈ പിൻവലിക്കാൻ കൽപ്പിച്ചു. അതെ, കറക്റ്റാണ്. മതി, നിന്റെ കൈ പിൻവലിക്കുക. കറക്റ്റാണ് കേട്ടോ. ഓക്കെ. ആൻറ്റി ഇന്നൊരു പാട്ട് പാടുന്നുണ്ടോ? പാടാമല്ലോ. ഓക്കെ, പാടിക്കോളൂ.
പിന്നാലെ വരും പക്ഷാമോ താങ്ങി കണ്ണാലും പക്ഷാമോടിൻ താങ്ങി കണ്ടാലും സങ്കടങ്ങൾ വന്നെൻ ചുറ്റിയാലും ശങ്ക കൂടാതെ ഞാൻ നിന്നെ വാഴ്ത്തിയിടും ശങ്ക കൂടാതെ ഞാൻ നിന്നെ വാഴ്ത്തിയിടും സ്നേഹിതർ ചേർന്നെന്നെ പരിഹസിച്ചാലും സ്നേഹിതൻ കർത്താവിൽ ശരണപ്പെടും ഞാൻ സ്നേഹിതൻ കർത്താവിൽ ശരണപ്പെടും. ഓക്കെ, നന്നായിരുന്നു കേട്ടോ. താങ്ക് യു മോനെ. നന്നായിരുന്നു. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ. ചോദ്യം ഇതാണ്: യഹോവയുടെ ദൂതനെ ദാവീദ് എവിടെ വെച്ചാണ് കണ്ടത്? കളത്തിനരികിൽ. അതെ അതെ, ആൻസർ കറക്റ്റാണ്. എബൂസ്യനായ ഓർന്നാന്റെ കളത്തിനരികെ വെച്ച്. കറക്റ്റാണ് കേട്ടോ. ഇനി ബൈബിളിലെ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ കുറിച്ച് പറയാമോ? ധനവാനെയും ലാസറിനെയും കുറിച്ച് പറയാം. ധനവാനെയും ലാസറിനെയും. ഓക്കെ, പറഞ്ഞോളൂ. ധനവാനായ മനുഷ്യൻ തന്നെ ധനത്തിൽ ഈ ലോകത്തിന്റെ സകല സുഖങ്ങളിലും മതിച്ച് ജീവിച്ചൊരു മനുഷ്യനായിരുന്നു. അതിന്റെ പടിവാതുക്കൾ ലാസർ എന്ന പേരുള്ള ഒരു ദരിദ്രനായ മനുഷ്യൻ കിടന്നിരുന്നു. ഒരു വിധത്തിൽ പറഞ്ഞാൽ ഇന്നത്തെ ലോകത്തിൽ നോക്കുകയാണെങ്കിൽ അവന്റെ ധനവാനായിരുന്ന അവന്റെ പടിവാതുക്കൾ കിടക്കാൻ അവൻ അനുവദിച്ചിട്ടുള്ളത് ധനവാനെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു പ്ലസ് പോയിന്റ് ആയിട്ട് കാണാം. ഇന്നുള്ള നമ്മളാണെങ്കിൽ നമ്മുടെ പടിവാതുക്കൾ ഒരാൾ കിടക്കാൻ സമ്മതിക്കുമോ? ഇല്ലല്ലോ. എന്നാൽ ആ ധനവാന് അതൊരു പ്ലസ് പോയിന്റ് ആയിട്ട് ഞാൻ കാണാനാണ് എന്റെ വീക്ഷണത്തില്. പക്ഷേ ആ മരണശേഷം രണ്ടുപേരും മരിച്ചു. നല്ലൊരു ശവടക്കം ധനവാനെ ലഭിച്ചിരിക്കും. പക്ഷെ നമ്മുടെ ലാസറിനെ അങ്ങനെയുള്ളൊരു ശവടക്കത്തിനോ ഉള്ളൊരു സാഹചര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എങ്കിലും മരണശേഷം ധനവാൻ അവിടെ നിത്യതയിൽ വിശ്രമിക്കുന്ന ലാസറിനെ കാണാനിടയായി. താഴെ കിടന്നുകൊണ്ട് മേലോട്ട് നോക്കുമ്പോൾ അപ്പോഴാണ് ധനവാന് മോൾക്കോട്ട് നോക്കാൻ കഴിഞ്ഞത്. നോക്കിയപ്പോ കാണുന്നത് അബ്രഹാം പിതാവിന്റെ മടിയില് സന്തുഷ്ടനായിട്ട് നമ്മുടെ ലാസർ ഇരിക്കുന്ന കാണുക. ഇത് കണ്ട ധനവാന് ആകെപ്പാടെ വേദനയായി. അവനുടനെ അബ്രഹാം പിതാവിനോട് പറയുന്നു, ആ ലാസറിനെ ഇങ്ങോട്ട് നയിച്ച് ഭൂമിയില് എനിക്ക് 5 സഹോദരന്മാരുണ്ട്. എന്റെ അവസ്ഥ ഈ 5 പേർക്കും വരാതിരിക്കാനായിട്ട് ആ ലാസറിനെ ഒന്ന് ഇങ്ങോട്ടൊന്ന് ഇടാമോന്ന്. അപ്പൊ അബ്രഹാം പിതാവ് പറയുന്നുണ്ട്, നമുക്ക് ഇടയിൽ ഒരു വലിയ പിളർപ്പുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടോ അവിടെ നിന്നോട്ടോ വരുവാൻ ഇനി സാധിക്കുകയില്ല. ഭൂമിയിലായിരുന്നപ്പോൾ ഉയരത്തിലോട്ട് നോക്കാൻ കഴിയാതിരുന്ന ധനവാന് ഇപ്പം തന്റെ ഭൂമിയിലുള്ള സഹോദരന്മാരെ കുറിച്ച് വലിയ വേദനയായി. ഇത് നമുക്ക് പാഠവാ. നമുക്ക് ചുറ്റുപാടുള്ളവര്, ദൈവത്തെ അറിയാത്തവര് ഭൂമിയിലുള്ളതില് സന്തോഷിച്ച് മതിച്ച് ജീവിക്കുമ്പോൾ ഉയരത്തിലേക്ക് നോക്കാൻ ഒരു ആഹ്വാനം കൊടുക്കാൻ നമ്മളിൽ ഏവർക്കും കഴിയണം. അതൊരു വലിയ ചിന്തയായിട്ട് എന്റെ ഹൃദയത്തിലുണ്ട്. ഈ വചന സമീക്ഷയുടെ ഈ സാക്ഷ്യങ്ങൾ പറയാൻ കൂടുമ്പോൾ ഞാൻ ഓർക്കും, എനിക്കിപ്പോ 80 വയസ്സായി, എങ്ങും പോയി വചനം പറയാൻ പറ്റുകയില്ല. ഞാന് ഈ TV ഓളിയം കൂടി വെക്കുമ്പോൾ പിള്ളേരും കൂടി വെക്കുമ്പോൾ അമ്മ എന്തിനാ ഇത്ര ഓളിയത്തില്? ഞാൻ പറയും, ഞങ്ങളൊരു വഴിയുടെ അരികിലൊക്കെ കടന്നു പോകുന്ന ആർക്കെങ്കിലും ഒരു വചനം കേൾക്കാൻ ഇടയാകുന്നെങ്കിൽ അത് ഒരു വലിയ ഇതായിട്ട് ഞാൻ കാണുകയാണ്. കാരണം എനിക്ക് വേറെ എപ്പോഴെങ്കിലും ഞാൻ പറയാം, എനിക്കൊരു വേദനയായിട്ടുള്ള ഒരു കാര്യമുണ്ട്. എന്നോടൊരു സഹോദരി ഒന്ന് സംസാരിച്ചു, പക്ഷെ ആ സഹോദരി ആത്മഹത്യ ചെയ്തു. അന്ന് അതേക്കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അന്ന് ഞാൻ അവളോടൊരു വചനം പറയുകയോ അവളിങ്ങനെ ഒരു നിലയിലാണെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ട് നമുക്ക് ദൈവം തരുന്ന അവസരങ്ങൾ
മറ്റുള്ളവർക്ക് വേണ്ടി ഒരു വചനം പറയാൻ കിട്ടുന്ന അവസരങ്ങൾ, പ്രത്യേകിച്ച് ഈ വചന സമയത്ത്. അതുപോലെ ഈ ചാനലിലെ ഓരോന്നും ഞാൻ സഹിക്കാൻ, പിന്നെ താലന്ത്, പിന്നെ ഓരോരോ അതിനകത്ത് എല്ലാ പ്രോഗ്രാമും ഞാൻ കാണാറുണ്ട്. വളരെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ദൈവത്തിന് ലോകമെമ്പാടും അത് കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ മറ്റൊന്നും അറിയിക്കുന്നതിനായിട്ട് താങ്ക് യു. ഓക്കെ ആൻറ്റി, എന്തായാലും ഒരുപാട് സന്തോഷം. നമുക്കെന്തായാലും ഇനി അവസാന ക്വസ്റ്റ്യനിലേക്ക് പോകാം. ആയിക്കോട്ടെ. അവസാന ചോദ്യം, ദാവീദ് ദൃഷ്ടികൾ ഉയർത്തി നോക്കിയപ്പോൾ കണ്ടത് എന്താണ്? ദാവീദ് നോക്കുമ്പോഴ് യഹോവയുടെ ദൂതൻ വാൾ ഊരിപ്പിടിച്ചു നീട്ടിപ്പിടിച്ചുകൊണ്ട് ഭൂമിക്കും ആകാശത്തിനും മധ്യ നിൽക്കുന്നത് കണ്ടു. ഓക്കെ, അപ്പോൾ ആൻസർ കറക്റ്റാണ്. യഹോവയുടെ ദൂതൻ ആകാശത്തിന് ഭൂമിക്കും മധ്യേ യെരൂശലേമിന് നേരെ ഊരിപ്പിടിച്ച വാളുമായി നിൽക്കുന്നത് കണ്ടു. കറക്റ്റാണ് കേട്ടോ. ഓക്കെ ആൻറ്റി, എന്തായാലും ഇന്ന് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇനിയും വിളിക്കണം കേട്ടോ. തീർച്ചയായിട്ടും. ഓക്കെ ആൻറ്റി, താങ്ക് യു. ഇപ്പോൾ സാറാമ്മ ആൻറ്റിയാണ് വിളിച്ചത് കോട്ടയത്ത് നിന്നും. ആൻറ്റി ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു, ഒരു പാട്ടുപാടി, നല്ലൊരു കോളായിരുന്നു. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഹന്നയെക്കുറിച്ച്, അതിലുപരി ശമൂവേൽ ബാലനെക്കുറിച്ചും ശമൂവേൽ ബാലനോട് യഹോവ നൽകുന്ന അരുളപ്പാടിനെക്കുറിച്ചും ആ ഏലി പുരോഹിതൻ്റെ മക്കളും ശമൂവേലും തമ്മിലുള്ള വ്യത്യാസത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത്. യഹോവയുടെ വചനങ്ങൾ അനുസരിക്കുകയും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന നല്ലൊരു ഗുണമാണ് ശമൂവേൽ ബാലനുള്ളത്. പക്ഷേ ഏലി പുരോഹിതൻ്റെ മക്കളാകട്ടെ ദൈവത്തിൽ നിന്നും അകന്ന് ദൈവത്തിന് തിന്മയായുള്ളത് പ്രവർത്തിച്ചാണ് മുൻപോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് യഹോവയുടെ അരുളപ്പാട് ശമൂവേലിന് ലഭിക്കുമ്പോൾ ഏലി പുരോഹിതൻ്റെ മക്കൾക്കാകട്ടെ യഹോവയുടെ ശിക്ഷയാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മളും എപ്പോഴും ദൈവത്തിൻ്റെ, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ മാതാപിതാക്കളുടെ അനുസരണത്തിൽ നമ്മൾ മുൻപോട്ട് പോകുന്നത് പോലെ യഹോവയുടെ അരുളപ്പാട് കേട്ട് അനുസരണശീലമുള്ള മക്കളായിരുന്നാൽ ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയായിരിക്കും നമുക്ക് ലഭിക്കുന്നത്. നേരെ മറിച്ചാണെങ്കിൽ ദൈവത്തിൻ്റെ ശിക്ഷയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. ഏതായാലും വചന സമീക്ഷയുടെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.